നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. എന്താ വരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത് ആരും ആവാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആവാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവാം, ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു ക്രഷ് ആയിരിക്കാം, ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവും, തുറന്ന് പറഞ്ഞു കാണില്ല, അങ്ങനെ ആയിരിക്കാം, യുനോ എക്സ് ആയിരിക്കും, ഓൾറെഡി ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിനെ കുറിച്ചായിരിക്കാം ചോദിക്കുന്നത്, അങ്ങനെയാവാം. സോ ലൈക്ക് നിങ്ങൾ മാരീഡ്, പേഴ്സൺ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ, അവർ മാരീഡ്, വോട്ടെവർ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനും ഇവിടെ എടുക്കാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവരെ പറ്റി നിങ്ങൾ ചിന്തിക്കാം. ആൻഡ് ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ്, യൂണിവേഴ്സ് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് പറയുന്നു, ഓക്കെ, നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം, ആൻഡ് നിങ്ങളുടെ ഫീലിങ്സ് എടുക്കാം, ആൻഡ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബന്ധം, എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. Nine of Swords, Queen of Swords. Three of Wands. ക്ലാരിഫിക്കേഷൻ ഞാൻ പിന്നെ എടുക്കാം. നിങ്ങളുടെ ഫീലിങ്സ് കൂടെ ഒന്ന് എടുക്കട്ടെ. നിങ്ങളുടെ ഫീലിങ്സ് പേഴ്സണിനോട് ഇപ്പം എന്താണ്? Seven of Cups. Four of Cups. രണ്ടുപേരും കൺഫ്യൂഷനിലാണല്ലോ, എന്തു പറ്റി? രണ്ടാളും പാകം ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ക്ലാരിഫിക്കേഷൻ എടുക്കാതെ നിവർത്തിയില്ല, ഞാൻ പറയാം. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സിൽ തോട്ട്സ് അവർക്ക് എന്താ കാണുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ച്? സിക്സ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് വൺ മോർ പ്ലീസ്. സെവൻ ഓഫ് വാൻഡ്സ്. ഇവിടെ നിങ്ങളുടെ ഫീലിങ്സിൽ എന്താ കാണുന്നത്? അഗൈൻ ഫൈവ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, എന്തോ കാര്യമായ പ്രശ്നം നടക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. നിങ്ങളുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പം ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പേഴ്സൻ്റെ ലൈഫിൽ. അത് അവർ മാരീഡ് ആയിരിക്കാം, ഓക്കെ, മാരേജിൽ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്നെടുത്തോളൂ. ഓക്കെ, ഒരു തേർഡ് എനർജി, ഒരു അതെന്തുമാവാം, ബോസ് ആവാം, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയിൽ ആരെങ്കിലും ലൈക്ക് പ്രായമുള്ളവരാവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഓക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന വേറെന്തോ ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട്, തേർഡ് പാർട്ടി എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, സോ പക്ഷെ അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആകെ സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, മാരീഡ് ആണെങ്കിൽ അവർ ഹസ്ബൻഡ് ഓർ വൈഫിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ അവരെ കുറിച്ചായിരിക്കാം. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി മൾട്ടിപ്പിൾ എനർജി രണ്ട് സിറ്റുവേഷനിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ പേഴ്സണിന് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. നിങ്ങളെ സോറി, ഇപ്പോൾ അവരുടെ ലൈഫിലെ കാര്യമാണിത്, നിങ്ങളെക്കുറിച്ചല്ല. ഓക്കെ, അവരുടെ ലൈഫിൽ ഐ തിങ്ക് ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയെ വിട്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് പെട്ടെന്ന് വന്നു ഈ കാർഡ് കണ്ടപ്പോൾ. ഓക്കെ, എന്തായാലും തേർഡ് പാർട്ടി എനർജി വളരെ വളരെ സ്ട്രോങ് ആണ്. മൈ ഗുഡ്നസ്, യെസ്, ഞാൻ പറഞ്ഞ പോലെ യെസ്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. തേർഡ് പാർട്ടിയെ വിട്ട് മാറാൻ ശ്രമിക്കുന്നതായിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ ഒരു എക്സാക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ഫുൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു പിക്ചർ എന്ന രീതിക്കാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട്, ഡെഫിനറ്റ്ലി. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ട്. അത് വേറൊരു മാരീഡ് ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറൊരു വ്യക്തിയാവാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സണിനെ ഇപ്പോൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ രണ്ട് റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇതായിരിക്കും. ഓക്കെ, എവിടെ എന്ത് മാനേജ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, ആ തേർഡ് പാർട്ടി അവരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ,
ഈ പേഴ്സൺ മേ ബി ആ തേർഡ് പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. സോ അതുകൊണ്ടെല്ലാം ചെയ്യാം. അല്ലെങ്കിൽ അവരെ കൺട്രോളിങ് നേച്ചർ ഉണ്ട്, ആ കൺട്രോളിങ് നേച്ചർ വെച്ചിട്ട് അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ബട്ട് അത് ഐ തിങ്ക് ഇപ്പോൾ പേഴ്സണിന് മതിയായിട്ടുണ്ട് ഈ കാര്യം. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ മടുക്കുന്ന പോലെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 3 of Wands നമ്മൾ പ്ലാനിങ് സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ അവർ അവിടുന്ന് പുറത്തു വരാനാണ് ആഗ്രഹിക്കുന്നത്. അവർ പുറത്തു വരാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഡെത്ത് ആണ്. ഓക്കെ, പുറത്തു വരാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി അവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, തേർഡ് പാർട്ടി അവരെ സ്പൈ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇവരെ ഒരുപാട് ലൈക്ക് ഒരു റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്ന പോലെ, കൺട്രോൾ ചെയ്ത് വെക്കുന്ന പോലെയൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു ധൈര്യം കൈവരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്ത് ഈ ബന്ധത്തിൽ നിന്ന് അവരെന്തിലാണോ അവരെ എത്രത്തോളം അവരെ വേദനിപ്പിക്കുന്നത് അതിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്ന പോലെയാണ്. അവർക്ക് ഉറക്കില്ല. ഓക്കെ, രാത്രി ഉറക്കില്ല അവർക്ക്, അത്രയും ലൈക്ക് അവർ സ്ട്രെസ്ഡ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത് ആ തേർഡ് പാർട്ടിയുടെ എനർജി കാരണം തന്നെയാണ്. തേർഡ് പാർട്ടി അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കൺട്രോളിൽ നിന്ന് പുറത്തു വരാനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത്. 3 of Wands 7 of Wands ആണ്. സോ അതിൽ നിന്ന് അവർ പ്ലാൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പുറത്തു വരണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. അത് മാരേജ് ആവാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ആയിരിക്കാം, എന്തോ ആവാം. ഓക്കെ, പേഴ്സൺ അതിൽ നിന്ന് പുറത്തു വരാൻ അത് എൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഭാഗത്ത് ഇപ്പം ജസ്റ്റ് പറയാം, ഇത് നിങ്ങളും ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ഓപ്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് നിങ്ങൾ ശരിക്കും പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല, ഇമ്പോർട്ടൻസ് തരുന്നില്ല, നിങ്ങളൊരു വെറും ഒരു ഓപ്ഷനായിട്ട് അവർ കാണുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം അവരുടെ ജീവിതത്തിൽ വേറെയും എന്തൊക്കെയോ കാര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. കുറച്ച് പേർക്ക്, എല്ലാവർക്കും തേർഡ് പാർട്ടി ആവണമെന്നില്ല, ചിലവർക്ക് ഫൈനാൻസിൽ, അല്ലെങ്കിൽ കരിയറിൽ, അല്ലെങ്കിൽ വീട്ടുകാർക്ക്, ഫ്രണ്ട്സിന്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾക്കായിരിക്കും ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഐ തിങ്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. നിങ്ങൾ ആ പേഴ്സണിന് അങ്ങോട്ട്, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എത്ര അങ്ങോട്ട് എന്തൊക്കെ കൊടുത്താലും കാര്യമില്ല, ആ പേഴ്സൺ നിങ്ങളെ ആ ഒരു പ്രയോറിറ്റി തരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ട് ദാറ്റ് പേഴ്സൺ നിങ്ങളെ ജഗിൾ ചെയ്യാണ് എന്നുള്ളത്. അതായത് 2 സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ദാറ്റ് പേഴ്സൺ നിങ്ങളെ ജഗിൾ ചെയ്യാണ്. ജഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, രണ്ടും കൂടി 2 തോണിയിൽ കാലുവെക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അങ്ങനെ ഒരു ആക്ച്വലി യെസ്, 2 തോണിയിൽ കാലുവെച്ച് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, മേ ബി ഓൾറെഡി മനസ്സിലായി കാണാം. ഓക്കെ, അപ്പം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്ന പേഴ്സൺ നിങ്ങളെ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കി, നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഐ തിങ്ക് കെയർ ചെയ്തിട്ടുണ്ടാവും, ബട്ട് അവർ നിങ്ങളെ മേ ബി വിട്ടുപോയി കാണാം, അല്ലെങ്കിൽ വിട്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷേ ഇവിടെ കാണുന്നത് Ace of Wands ആണ്. സോ നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ നിങ്ങൾക്കിതിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, നമുക്ക് നോക്കാം ഇനിയിപ്പോൾ പേഴ്സൻ്റെ ഒന്നുകൂടി നമുക്ക് ക്ലാരിറ്റി. പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നിങ്ങളോട് എന്താണ്, നിങ്ങളോടുള്ള മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത്? 8 of Wands, King of Wands, Strength. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 10 of Wands, 5 of Swords. യെസ്, അവർ ഒരുപാട് ബേർഡൻ ക്യാരി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അവർ ശരിക്കും മേ ബി നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ഓക്കെ, ഈ സ്ട്രെസ് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം, നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലായിരിക്കും. ഇവിടെ എനിക്ക് കാണുന്നത് അവർ വീണ്ടും നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനും പരസ്പരം ആ ഒരു കെയറും ഇതും എല്ലാം വീണ്ടും സ്ട്രെങ്ത്തോടെ നമ്മൾ സ്ട്രോങ് ആക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർ ആ തേർഡ് പാർട്ടിയെ വിട്ടുമാറി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങളിവിടെ എന്താ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഒരല്പം ഗാർഡഡ് ആണെന്ന് പറയാം. എന്നുവെച്ചാൽ ലേശം പേടിയുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, ഇത് വീണ്ടും റീബിൽഡ് ആവും എന്ന രീതിക്ക് നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു പേടി പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ 3 of Pentacles ആണ്. നിങ്ങൾക്കും ആഗ്രഹമുണ്ട്, യെസ്, ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ പരസ്പരം സംസാരിച്ച് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സ്ലോ ആയിട്ടായാലും മതി, മെല്ലെ ആയാലും മതി. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ലേശം നിങ്ങൾ അവനവനെ ഒന്നിങ്ങനെ
ഗാർഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ മേ ബി ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല പേഴ്സണിന്. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ അവനവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഫുള്ളി നിങ്ങൾ അങ്ങോട്ട് അത് അത്രത്തോളം മുൻപത്തെ പോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളിപ്പോൾ തയ്യാറല്ല. ഒരു ലേശം ഒരു അകൽച്ച നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഓക്കെ, കാണിക്കുന്നുണ്ടാവില്ല, ബട്ട് മനസ്സിൽ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു നമ്മൾ പറയില്ല അത് പക്ഷെ വേണം. ഓക്കെ, അതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഇവിടെ ആവശ്യമാണ് അല്ലേ. വീണ്ടും ഹേർട്ട് ആവാൻ പാടില്ല. സോ വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അവരുടെ ഭാഗത്തുനിന്ന് ശരിക്കും ആ തേർഡ് പാർട്ടി വിട്ടു പോയോ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ശരിക്കും. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇവിടെ എന്താ കാണുന്നത് നോക്കാം. റിലേഷൻഷിപ്പിൽ സോറി എന്തായാലും വേണ്ട സർ. യൂണിവേഴ്സ് ഇവിടെ ഫ്യൂച്ചർ എന്താ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്? ടെൻ ഓഫ് പെന്റിക്കിൾസ്, വെരി നൈസ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഫൈനൽ കാർഡ്, ഔട്ട്കം കാർഡ്, Page of Cups. Awesome. 10 of Cups. Oh my God. Yes. Okay. എൻഡ് ആവും. നിങ്ങളുടെ ഈ ടെൻഷൻ സ്ട്രെസ് ഒക്കെ എല്ലാം എൻഡ് ആവും. നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടെങ്കിൽ എല്ലാം എൻഡ് ആവും. ഓക്കെ, അതെല്ലാം മാറി വരും. ഇവിടെ 10 of Pentacles നമുക്ക് ഹാപ്പിനെസ് ആണ്. 10 of Cups ഹാപ്പിനെസ് ആണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ശ്രമിക്കും. ഇവിടെയും കാണുന്നത് നിങ്ങൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്രോച്ച് വരും. ഓക്കെ, ഒരു മേ ബി ഹായ് ഹലോ പറഞ്ഞ് വരുമായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് തെറ്റ് അവർക്ക് ചെറിയ പക്ഷെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞ പോലെ ബൗണ്ടറി വെച്ചോളൂ, തെറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്കും ഹാപ്പിനെസ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയും 10 ആണ്. സോ കംപ്ലീഷൻ എന്ന് പറയാം, ന്യൂ ബിഗിനിങ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഉണ്ടായിരുന്നു ഓൾറെഡി. സോ ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ യെസ്, ചില കാര്യങ്ങൾ ഇവിടെ മാറാനുണ്ട്. നമുക്ക് ഗൈഡൻസ് കൂടി എടുക്കാം. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അത് എന്താണ് യൂണിവേഴ്സിനോട് ഒന്നുകൂടി നമുക്ക് ഗൈഡൻസ് ആയിട്ട് കൂടി ചോദിക്കാം. റിലീസ്, സറണ്ടർ, കാർഡ്സ് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. റിലീസ്, സറണ്ടർ, ഹീലിംഗ്, ഇന്നർ ചൈൽഡ്, വെരി നൈസ്, ഗുഡ്, റിമെമ്പർ, അവേക്കനിങ്, cycles completion, yes. Attraction, hot, Mars. Okay, very nice. നിങ്ങളുടെ പേഴ്സൺ യെസ് ഗിൽട്ട് ഉണ്ട് അവർക്ക് നിങ്ങളോട് ചെയ്ത തെറ്റിനെ ഓർത്ത്. നമ്മൾ 9 of Swords ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ് അടിക്കുന്നത് അത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെയാണ്. അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും ഈ സിറ്റുവേഷനെ കുറിച്ച്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ക്ലാരിറ്റി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇതൊരു ന്യൂ ബിഗിനിങ് ഇവിടെ വരുന്നുണ്ട്. ആക്ച്വലി ഓട്ടമിൽ ഹാർവെസ്റ്റ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് റിലീസ് ആൻഡ് സറണ്ടർ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ യൂണിവേഴ്സിന് മുമ്പിൽ സമർപ്പിക്കാം. ഓക്കെ, എന്താണ് ചെയ്യാനുള്ളത്, ഇതിനെ ബെറ്റർ ആക്കി എനിക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുതരൂ, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ സറണ്ടർ ചെയ്ത് വിടുക. ഓക്കെ, അത്രയും ട്രസ്റ്റ് യൂണിവേഴ്സിൽ നിങ്ങൾ വെക്കുക. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൽ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ എവിടെയും വിട്ടു പോവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ ആ പേഴ്സൺ ചില മാറ്റങ്ങൾ അവരിൽ വരുത്താനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഹീലിംഗ് വരാനുണ്ട് ഇവിടെ. ഹീലിംഗ് നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും, പേഴ്സൻ്റെ ഭാഗത്തും ഉണ്ടാവും. രണ്ടുപേരും ഹീലാവാനുണ്ട് കുറച്ച്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ചില ഫിയേഴ്സ്, പേടികൾ, നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ, അതൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ റിമെമ്പർ, അവേക്കനിങ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുന്ന പോലെയാണ്. നിങ്ങൾ തമ്മിലുള്ള ഡീപ്പ് കണക്ഷൻ മനസ്സിലാക്കുന്ന പോലെയാണ് ഇവിടെ. ആക്ച്വലി നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വരുള്ളൂ കേട്ടോ, അവേക്കനിങ് വരുള്ളൂ. ഓക്കെ, നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങൾ അവരെ ഫൊർഗീവ് ചെയ്ത് വിട്ടേക്കാം. ഫൊർഗീവ് ചെയ്ത് തിരിച്ചെടുക്കാനല്ല ഞാൻ പറയുന്നത്, ഫൊർഗീവ് ചെയ്ത് എന്താ പറയുക, നിങ്ങൾ മാറി നിൽക്കാം. ഓക്കെ, സോ ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പേഴ്സൺ ഒരു അവേക്കനിങ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടെ സൈക്കിൾസ് കംപ്ലീഷൻ ഞാൻ പറഞ്ഞു. ചില സൈക്കിൾസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നുണ്ട്, കാർമിക് കണക്ഷൻസ് എൻഡായി പോകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട്. ആക്ച്വലി ഏസ് ഓഫ് വോൺസിൻ്റെ കാർഡാണിത്. നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ, പാഷൻ, നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂ ബിഗിനിങ് അഗൈൻ ഓട്ടമാണ്. ഓട്ടം നമ്മുടെ അറൗണ്ട് സെപ്റ്റംബർ ആണ്, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് എടുത്തോളൂ. ആ ഒരു സമയത്തേക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിൾ ആണ്. ഓക്കെ, അവേക്കനിങ് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺസ് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അവർക്ക് ശരിക്കും ഗിൽട്ട് ഉണ്ട്. അവരെന്നെ ഈ റിലേഷൻഷിപ്പ് കേടുവരുത്തി അവർക്കറിയാം. ഓക്കെ, തേർഡ് പാർട്ടിയൊക്കെ പോയിട്ട് അവർ ശരിക്കും കേടുവരുത്തി എന്നുള്ളത് അവർക്കും അറിയുന്നുണ്ട്. 1-2 കാർഡ് കൂടി എടുത്തേക്കാൻ ജസ്റ്റ് ഒരു സമാധാനത്തിന്. യെസ്, വീണ്ടും ഇതേ കാർഡ് വന്നിട്ടുണ്ട്, വീനസ് ഓഫർ. ഓക്കെ, നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് പേഴ്സൺ വരും തീർച്ചയായിട്ടും. ആൻഡ് സെൽഫ് വർത്ത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി അവനവൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ആ പേഴ്സൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് അവർ തേർഡ് പാർട്ടിക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ചേസ് ചെയ്ത് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂവിൽ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക. ഓക്കെ, അതിൽ നിന്ന് അവർ പഠിക്കാനുള്ള ലെസൺ പഠിച്ചിട്ട് അവർ അവിടെ നിന്ന് വരട്ടെ. ഓക്കെ, അവരുടെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട്, നിങ്ങൾക്ക് പറ്റിയ ഒരു വ്യക്തിയായിട്ട് അവർ വരട്ടെ തിരിച്ച്.
ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. അപ്പോൾ തൽക്കാലം എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക ആരിൽ നിന്നും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് സ്നേഹം വേണം, നമ്മുടെ മനസ്സിൽ നിന്ന് സ്നേഹം എടുത്ത് കളയാനല്ല പറയുന്നത്. പക്ഷെ നമ്മൾ പറയില്ലേ, മാപ്പ് കൊടുക്കാം, പക്ഷെ മാറി നിൽക്കുകയും ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് അതിൽ കൂടുതൽ അവിടേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ. സോ ഇവിടെ എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വീനസ് ഓഫറുമായിട്ട് ഒരു ലവ് ഓഫറും, വീനസ് എന്ന് പറയുന്നത് ലവിൻ്റെ ആണ്, ഞാൻ പറയാൻ മറന്നു. വീനസ് എന്ന് പറയുമ്പോൾ ലവിൻ്റെ ഇതാണ്. ഓക്കെ, നമ്മൾ പ്ലാനറ്റ് ആണ്, നമ്മൾ ഗ്രഹം എന്ന് പറയില്ലേ, അപ്പോൾ അതാണ്. സോ ഇവിടെ പേഴ്സൺ സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയും ഞാൻ കാണുന്നുണ്ട്. സോ വരൂ അവർ. ഓക്കെ, വരട്ടെ. ഓക്കെ, എന്തായാലും ശരി, കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ ചില സംഭവങ്ങൾ അവർ കാർമിക് സിറ്റുവേഷൻ എൻഡായിട്ട് വരട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.